നരേന്ദ്രമോദി എന്ന് പറയുന്ന വ്യക്തി പ്രധാനമന്ത്രിയാണെങ്കിലും സമൂഹത്തിൽ ഭിന്നത ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കുന്നു, അല്ലെങ്കിൽ ജനങ്ങൾക്കിടയിൽ ഭിന്നത ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ തള്ളിക്കളയാൻ ആർക്കും സാധിക്കത്തില്ല. അത് സാധിക്കും, ചാണകം തിന്ന് ജീവിക്കുന്നവർക്ക് സാധിക്കും. അതേസമയം ചോറ് തിന്ന് ജീവിക്കുന്ന കേരളത്തിലെ ജനങ്ങൾക്ക് അതിന് സാധിക്കത്തില്ല. അപ്പോൾ എന്തെങ്കിലും കൊണ്ട് അവർക്ക് എന്താ പറയുക, 2000 രൂപ വെച്ചിട്ട് ബോണസായിട്ടോ അല്ലെങ്കിൽ 2000 രൂപ വെച്ചിട്ട് അവർ അക്കൗണ്ടിലോട്ട് ഇട്ട് കൊടുത്തത് കൊണ്ട് ചിലപ്പോൾ ചില ആളുകൾ പറയുമായിരിക്കും നരേന്ദ്രമോദി കി ജയ്, മോദിജി കി ജയ് എന്നൊക്കെ പറയും, പാർലേജി മോദിജി എന്നൊക്കെ പറയുന്ന പോലെ. അപ്പം അദ്ദേഹം സന്ദീപ് വാര്യർ അതിനെപ്പറ്റി വ്യക്തമായിട്ടുള്ള മറുപടി കൊടുക്കുന്നുണ്ട് മാധ്യമങ്ങൾക്ക്. അപ്പോൾ മാധ്യമങ്ങൾ വീണ്ടും വീണ്ടും കുത്തി ചോദിക്കുകയാണ്, നിങ്ങൾ ചെയ്ത തെറ്റല്ലേ, എന്താണ്? അപ്പോൾ സന്ദീപ് വാര്യർ പറയുന്നുണ്ട് എന്താണ് തെറ്റ്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ആ BJP-യിൽ നടക്കുന്ന കൊള്ളരുതായ്മകളെ പറ്റി അവിടുന്ന് പുറത്തു വന്നതിന് ശേഷം, അത് കോൺഗ്രസ്സിലായതിനു ശേഷം അദ്ദേഹം തുറന്നടിക്കുന്നുണ്ട്. അതിന് മുൻപേ അദ്ദേഹത്തിന് അത് മനസ്സിലാക്കാൻ സാധിച്ചിരുന്നില്ല. എല്ലാം മനസ്സിലാക്കിയപ്പോഴും അദ്ദേഹത്തിന് പ്രതികരിക്കാൻ സാധിക്കാഞ്ഞത് അദ്ദേഹം BJP-യിലെ ഒരു പ്രതിനിധി ആയിരുന്നത് കൊണ്ടായിരിക്കാം. എന്തായാലും കൊള്ളാം, BJP-യുടെ ഒരു നിലപാട് എന്താണെന്നുള്ളത് അവിടെ നിന്ന് തന്നെ വന്നിട്ടുള്ള, അവരുടെ കൂടെ എല്ലാത്തിനും സഹകരിച്ചിട്ടുള്ള സന്ദീപ് വാര്യറിൻ്റെ വായിൽ നിന്ന് തന്നെ കേൾക്കുമ്പോൾ വീണ്ടും വീണ്ടും കൂടുതൽ